മൊഡ്യൂൾ 5 ചാപ്റ്റർ നമ്പർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില മൈനർ മെത്തേഡ്സും അതിൻ്റെ നെക്സ്റ്റ് ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഡിസിൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേൾഡിൽ തന്നെ വളരെ വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നമ്മൾ വെള്ളത്തിനെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന്. ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അത് വളരെ ചീപ്പാണ്, റിലയബിളാണ്, ഹാൻഡ്ലിങ് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഈസി മെഷർമെൻറ്റ്സ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റെസിഡുവൽ ഡിസിൻഫെക്റ്റിംഗ് പവർ ഒരുപാട് ലോങ് പീരിയഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് മാത്രമല്ല, അതിനുശേഷം ഒരു ലോങ് ടേമിലും നമുക്ക് ഈ ഒരു ഡിസിൻഫെക്ഷൻ ആക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണം. സോ ആ ഒരു പ്രോപ്പർട്ടി ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിന് വളരെ അധികമുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ആ ഒരു കൺസിഡറേഷനാണ് ക്ലോറിനേഷൻ ഇത്രയധികം പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ലേ ഔട്ടിൽ, അതായത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഫർദർ നമ്മൾ ഈ ഒരു വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അഗെയിൻ കണ്ടാമിനേഷൻസ് വന്ന് ഈ ഒരു വെള്ളം ഇംപ്യൂർ ആവാനുള്ള ചാൻസസ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇതിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ബേസിക്കലി ഇതിൽ നമുക്ക് കണ്ടുവരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലോറിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ, അതൊരു വളരെ ഗ്രേറ്റർ എമൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിനൊരു ബാഡ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കെന്നെ അറിയാം, പല ഏരിയയിലും പോകുമ്പോൾ നമുക്ക് വെള്ളത്തിന് ചിലപ്പോൾ ഒരു ക്ലോറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു ഇഷ്യൂ മാത്രമാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ ക്ലോറിൻ വെള്ളത്തിൽ എക്സസീവായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ക്ലോറിനേഷൻ വഴി നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ അത്രയും പോപ്പുലർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡ് തന്നെയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡിസിൻഫെക്ഷൻ ആക്ഷൻ ഓഫ് ക്ലോറിൻ എന്താണെന്നാണ്. എങ്ങനെയാണ് ഈ ഒരു ക്ലോറിൻ്റെ ഡിസിൻഫെക്ഷൻ ആക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ എന്ത് കെമിക്കൽ ആക്ഷൻ്റെ ബേസിസിലാണ് ഇത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്ലോറിൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രൊഡക്ട്സാണ് ഇനീഷ്യലി ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പോക്ലോറസ് ആസിഡും അല്ലെങ്കിൽ അതിന് തന്നെ നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ് എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡിന് ആണ് നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വളരെയധികം ഇമ്പാക്റ്റ് മൈക്രോ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോറിൻ കോമ്പൗണ്ടാണ് ഹൈഡ്രോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഹൈഡ്രോക്ലോറസ് ആസിഡിൻ്റെ ഫോർമേഷനാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. Cl2 + H2O implies HOCl + HCl. ഇതിൽ HOCl എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത്. ഏകദേശം അവിടുത്തെ ഒരു pH വാല്യൂ >5 റേഞ്ചിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രജൻ അയോൺസും അതേപോലെ തന്നെ ഹൈപ്പോക്ലോറൈറ്റ് അയോൺസുമായിട്ടും സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ആ ഒരു റിയാക്ഷനാണ് നെക്സ്റ്റ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് HCOl implies H++ OCl- ഹൈഡ്രജൻ അയോൺസ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ്. ഓക്കെ, സോ ഈ ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവും ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനാണ് എന്ന്. pH വാല്യൂ ഹയർ റേഞ്ചിൽ ഏകദേശം എബോവ് 8 ഒരു 10 റേഞ്ചിലുള്ള pH വാല്യൂ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ്, ഹൈഡ്രജൻ അയോണും ഹൈപ്പോക്ലോറൈറ്റ് അയോൺസുമായിട്ടുള്ള ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. പക്ഷേ ആ ഒരു pH വാല്യൂ <7, ഏകദേശം ഒരു 5 to 7 റേഞ്ചിലാണ് എങ്കിൽ നമുക്ക് റിവേഴ്സ് ആക്ഷനാണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പോക്ലോറസ് ആസിഡ് അവിടെ സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ഇവിടെ
പ്രോപ്പർലി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അതിൻ്റെ ഇഫക്റ്റ് വളരെയധികം ബെനിഫിഷ്യറായി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഈ ഒരു pH റേഞ്ച് ഈ ഒരു 7 to 5 ആ ഒരു വാല്യൂ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടത് HOCl എന്ന് പറയുന്ന ഒരു കോമ്പോണൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ അതിന് താഴെയുള്ളൊരു വാല്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് pH വാല്യൂ ബിലോ 5 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലോറിൻ റിയാക്ട് ചെയ്യില്ല. അതൊരു എലമെൻ്റൽ ക്ലോറിനായിട്ട് അവിടെ നമ്മൾ ഇനീഷ്യലി കണ്ട പോലെ Cl2 എന്നുള്ള രീതിയിൽ തന്നെ നിലകൊള്ളും. സോ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ pH റേഞ്ചിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ ഈ ഒരു ക്ലോറിൻ കണ്ടൻറ്റ് എത്തിക്കാതെയാണ് നമ്മൾ നോക്കുക. വെള്ളത്തിൽ ആ ഒരു pH നമ്മൾ ഏകദേശം 7 അല്ലെങ്കിൽ to 5 റേഞ്ചിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 8 ആകുമ്പോഴാണ് ഈ ഒരു അൺസ്റ്റേബിൾ പ്രോസസ്സ് വഴി നമുക്ക് ഈ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ വേഴ്സസ് ഈ ഒരു pH റേഞ്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. പെർസെൻറ്റേജ് ഓഫ് HOCl-ഉം pH വാല്യൂവും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദിസ് ഫോംസ് ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഹൈപ്പോക്ലോറസ് ആസിഡ് ഈസ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ്. അതായത് ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sum of hypochlorous acid, hypochlorite ion and molecular chlorine existing in a sample of water is termed as free available chlorine. അതായത് നമുക്ക് നമ്മുടെ വെള്ളത്തിൽ ഡിസിൻഫെക്ഷൻ പവർ ഉള്ള ക്ലോറിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോക്ലോറസ് ആസിഡ്, അതുപോലെ തന്നെ അതിന് സ്പ്ലിറ്റായി സംഭവിച്ച ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ് ആൻഡ് ഫ്രീ മോളിക്കുലർ ക്ലോറിൻ, ഈ 3 ഫോമും നമ്മൾ ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്നുള്ളൊരു ടേമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് അതായത് HOCl ആണ് ഏറ്റവും അധികം ഈ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള പത്തോജനിക് ആയിട്ടുള്ള എലമെൻസിന് എതിരെ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് അയോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 80 ടൈംസ് മോർ ഇഫക്റ്റീവ് ആണ് നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു റീസൺ കാരണം തന്നെ നമ്മുടെ pH വാല്യൂ ഡ്യൂറിങ് ക്ലോറിനേഷൻ നമ്മൾ ഏകദേശം ഒരു 7 pHൻ്റെ ബിലോ റേഞ്ചിലാണ് നമ്മൾ കെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് pH വാല്യൂ അറൗണ്ട് 5 to 7 റേഞ്ചിലാവുമ്പോൾ HOCl എന്നുള്ള പ്രൊഡക്റ്റിനെ നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആ ഒരു pH വാല്യൂ എൻഷുർ ചെയ്യും. സോ നമുക്ക് എന്താണ് ഹൈപ്പോക്ലോറൈറ്റ് അയോൺസിനേക്കാളും കൂടുതൽ കണ്ടൻറ്റ് HOCl മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് നമുക്ക് അത്രയും അധികം പത്തോജനെതിരായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത്തരത്തിൽ 3 ടൈപ്പിൽ ഹൈപ്പോക്ലോറസ് ആസിഡായും അയോൺസായും ദെൻ ഫ്രീ ക്ലോറിനായും 3 തരത്തിലാണ് നമുക്ക് ഈ ഒരു ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഫോർ ഡിസിൻഫെക്ഷൻ അവൈലബിൾ ആയിട്ട് നമ്മുടെ വെള്ളത്തിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്ലോറിൻ നമ്മുടെ വെള്ളത്തിലുള്ള അമോണിയയും ആയിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ഷനിൽ പങ്കുചേരും. സോ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് പോകുന്ന പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കെമിക്കൽ ഫോർമുലാസ് വെച്ച് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ NH3 + HOCl, അതായത് അമോണിയയും നമ്മുടെ ആസിഡും കമ്പൈൻ ചെയ്യുമ്പോൾ NH2Cl + H2O, അതായത് ഈ മോണോക്ലോറാമൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ദെൻ ഈ മോണോക്ലോറാമൈൻ വിഗെയിൻ നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഫലമായിട്ട് ഡൈക്ലോറാമൈൻ NHCl2 ഫോം ചെയ്യും. ഫർദർ അഡീഷണൽ റിയാക്ഷൻ വഴി NCl3 നൈട്രജൻ ട്രൈക്ലോറാമൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും ഫോം ചെയ്യും. ഓക്കെ, സോ ഇതിൽ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് മോണോക്ലോറാമൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. അതിൻ്റെ ആ ഒരു പ്രിഡോമിനൻ്റ് ആക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം pH വാല്യൂ 7.5 മുകളിലാവുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. ഡൈക്ലോറാമൈൻ എന്ന് പറയുന്ന NHCl2 അതിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഏകദേശം 5 to 6.5 pH റേഞ്ചിലാണ്. ദെൻ NCl3 നൈട്രജൻ ട്രൈക്ലോറാമൈൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് pH ബിലോ 4.4 റേഞ്ചിൽ നിൽക്കുമ്പോഴാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ക്ലോറിൻ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ pH ആസ് ആൾവേസ് ഒരു ലെസ് ദാൻ 7 റേഞ്ചിലാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ
സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ഡൈക്ലോറാമൈൻ NHCl2 എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആവുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു NHCl2 ആയിരിക്കും മോർ പ്രിഡോമിനൻറ്റ്. ഒന്നുകൂടെ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് HOCl എന്ന് പറയുന്ന റിയാക്ഷൻ എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ pH വാല്യൂ ഈ ഒരു റിയാക്ഷനിൽ നമ്മുടെ pH വാല്യൂ <7 ആകുമ്പോഴാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള HOCl എന്നുള്ളൊരു കണ്ടീഷൻ, സ്റ്റേബിൾ എന്നല്ല അൺസ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ pH വാല്യൂ <7 ആയിരിക്കണം. ദാറ്റ് ഈസ് HOCl എന്നുള്ളത് കിട്ടണമെങ്കിൽ. HOCl പ്രിഡോമിനൻ്റ് എന്ന് പറഞ്ഞു. സോ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അമോണിയ ആയിട്ടുള്ള റിയാക്ഷനിലെ സെക്കൻഡ് റിയാക്ഷൻ NH2Cl + HOCl എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും പ്രിഡോമിനൻറ്റ്. സോ ഡൈക്ലോറാമൈൻസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന ക്ലോറാമൈൻസ് എല്ലാം സ്റ്റേബിൾ പ്രൊഡക്ട്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ നല്ല ഡിസിൻഫെക്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആൻഡ് അത് വെള്ളത്തിലുള്ള ഓർഡർ എല്ലാം റിമൂവ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ ഹെൽപ്ഫുള്ളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന ക്ലോറിൻ അതിലുള്ള അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് അമോണിയ കണ്ടൻറ്റിനെ കൺസ്യൂം ചെയ്യും. സോ അതിന് ശേഷവും നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന ക്ലോറിൻ അവിടെ ഫ്രീ ക്ലോറിൻ ആയിട്ടാണ് നിലനിൽക്കുക. അതായത് വെള്ളത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യും, അത് നമ്മുടെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് വെള്ളത്തിലുള്ള കംപ്ലീറ്റ് അമോണിയ ആയിട്ടും അത് റിയാക്ട് ചെയ്ത് സോ അങ്ങനത്തെ ഒരു കൺസംഷൻ നടക്കും. അതിൻ്റെ ശേഷവും നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ അവിടെ ഫ്രീ ക്ലോറിൻ ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ ദ കമ്പൈൻഡ് ക്ലോറിൻ വിത്ത് അമോണിയ ഇൻ ദ ഫോം ഓഫ് ക്ലോറാമൈൻസ് ഈസ് കാൾഡ് കമ്പൈൻഡ് ക്ലോറിൻ. നമ്മൾ ഈ ഫോം ചെയ്ത മോണോക്ലോറാമൈൻ അല്ലെങ്കിൽ ഡൈക്ലോറാമൈൻ, നൈട്രജൻ ട്രൈക്ലോറാമൈൻ എന്നൊക്കെ പറയുന്നത് ക്ലോറിനും അമോണിയയും കമ്പൈൻ ചെയ്തുണ്ടായ പ്രൊഡക്ട്സാണ്. സോ ആ ഒരു പ്രൊഡക്ട്സിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് കമ്പൈൻഡ് ക്ലോറിൻ എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ഫ്രീ ക്ലോറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ് ഇഫക്റ്റീവ് ആണ്. ഏകദേശം 25 ടൈംസ് ഫ്രീ ക്ലോറിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റിനേക്കാളും കുറവായിരിക്കും ഈ പറയുന്ന കമ്പൈൻഡ് ക്ലോറിൻ്റെ ഇഫക്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഫ്രീ ക്ലോറിൻ്റെയും കമ്പൈൻഡ് ക്ലോറിൻ്റെയും ജേർമിസിഡൽ ആക്ഷൻ, ഇത്തരത്തിലുള്ള പത്തോജൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസുമായിട്ടുള്ള ആക്ഷൻസ് നമ്മുടെ എൻസൈമാറ്റിക് ഹൈപ്പോത്തസിസ് തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയാസിൻ്റെ വാൾസിലുള്ള ലെയേഴ്സിൽ അല്ലെങ്കിൽ സെൽസിലേക്ക് ഈ ക്ലോറിൻ ആഡ് ചെയ്യപ്പെടുകയും അങ്ങനെ ആ ബാക്ടീരിയയെ കിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ ഒരു മെറ്റബോളിസം നടക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫ്രീ ക്ലോറിനാണ് അതർ ദാൻ കമ്പൈൻഡ് ക്ലോറിൻ, അതിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡോസസ് ഓഫ് ക്ലോറിൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ക്ലോറിൻ്റെ ഡോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോസസ് ഓഫ് ക്ലോറിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ കാണിച്ച പോലെ സൾഫർ അയോൺസ്, അയോൺസ്, മാംഗനീസ്, അതുപോലെ തന്നെ NO2 അയോൺസ്, ഇത്തരത്തിലുള്ള അയോൺസുമായിട്ടുള്ള റിയാക്ഷൻസിനാണ് നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലോറിനെ ക്ലോറൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള അയോൺസുമായിട്ടുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ട് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ക്ലോറിൻ ക്ലോറൈഡ് ഫോംസിലേക്ക് മാറും. അത് തന്നെ അത്ര അധികം റെസിഡുവൽ ഓക്സിഡൈസിങ് പവർ ഒന്നും അതുകൊണ്ട് തന്നെ ഒരു ക്ലോറൈഡ് ഫോമിൽ അതിന് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസ് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൺസംഷൻ ശേഷവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോറാമൈൻസ്, ക്ലോറിൻ കോമ്പൗണ്ട്സ് ആയിട്ട് തന്നെ അവിടെ നിലനിൽക്കും. ഫ്രീ ക്ലോറിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലനിൽക്കും. ആൻഡ് സെയിം ടൈം ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് ഇംപ്യൂരിറ്റീസുമായിട്ടും ഇത് ആക്ട് ചെയ്യും. അവിടെ ഒരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടൻ്റായിട്ട് വെള്ളത്തിലുള്ള മറ്റ് പല ഇംപ്യൂരിറ്റീസിനെയും റിമൂവ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ഡോസസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ഇംപ്യൂരിറ്റീസുമായിട്ടുള്ള റിയാക്ഷൻ്റെ ബേസിസിലാണ് നമുക്ക് എത്രത്തോളം ക്ലോറിൻ കൺസ്യൂം ചെയ്യണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ളത് പറയുന്നത്. സോ ഈ തൊട്ട് മുൻപ് പറഞ്ഞ ഡിഫറെൻറ്റ് അയോൺസുമായിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ ഓർഗാനിക് ഇംപ്യൂരിറ്റീസുമായിട്ടുള്ള റിയാക്ഷൻസ്, ഇതിൻ്റെ എല്ലാം കൂടി ഓൾ ടുഗദർ ക്വാണ്ടിറ്റി ഓഫ് ക്ലോറിനെ ആണ് നമ്മൾ ഡിമാൻഡ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഈ ഒരു എമൗണ്ട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് റിയാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള ക്ലോറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എക്സസ് ആയിട്ട് വരുന്ന ക്ലോറിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ക്ലോറിൻ എന്നുള്ളൊരു കൺസിഡറേഷനിൽ നമുക്ക് വയ്ക്കാൻ കഴിയും. ഫ്രീ ക്ലോറിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റം തന്നെ കമ്പൈൻഡ് ക്ലോറിനേക്കാളും കൂടുതൽ ജെർമിസിഡൽ ആക്ഷൻ ഉള്ളത്. രണ്ടിനും ബാക്ടീരിയസ് അല്ലെങ്കിൽ പാത്തോജനെ ഇനാക്റ്റീവ് അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള പവർ ഉണ്ട്. പക്ഷേ ഒന്നുകൂടെ ബെറ്റർ അല്ലെങ്കിൽ പവർഫുൾ എന്ന് പറയുന്നത് ഫ്രീ ക്ലോറിൻ ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a dosage such that it should leave a residue of 0.2 milligram per liter. ഒരു പെർട്ടിക്കുലർ ഡോസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ എന്താണ് ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ബേസിസിൽ ഏകദേശം 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ ഓഫ് റെസിഡ്യൂ അതവിടെ നിലനിർത്തുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ക്ലോറിൻ അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് സമയത്തിന് ശേഷം ഈ ഒരു 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ അവൈലബിൾ ആയി കിട്ടുകയാണ് റെസിഡ്യുവൽ ക്ലോറിൻ എങ്കിൽ അതിനെയാണ് നമ്മൾ ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു ഡോസേജ്, സോ ആ ഡോസേജിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ ക്ലോറിൻ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലംസ് അത് അവിടെ ഉണ്ടാകും. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സാക്റ്റ് ഡോസേജ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കണം. ബാഡ് ടേസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഡർ അതിനെല്ലാമുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഡോസേജ് എക്സാക്ട്ലി നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ ഒരു ഒപ്റ്റിമം ഡോസേജ് ഓഫ് ക്ലോറിൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ക്ലോറിൻ നമ്മളൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് സാമ്പിൾസിൽ ഒരു പെർട്ടിക്കുലർ വാട്ടർ സാമ്പിളിൻ്റെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡോസേഴ്സ് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യും. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് കോണ്ടാക്ട് സമയം കൊണ്ട് 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ റെസിഡ്യൂ എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന ആ ഒരു ഡോസേജിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് നമ്മുടെ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് കോണ്ടാക്ട് പീരിയഡിന് ശേഷം നമുക്ക് 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ റെസിഡ്യൂ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിലനിർത്തുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ഡോസ്, ആ ഒരു എമൗണ്ട് ഓഫ് ഡോസേജ് ഓഫ് ക്ലോറിനെയാണ് നമ്മൾ ഒപ്റ്റിമം ഡോസ് അല്ലെങ്കിൽ കൊയാഗുലൻറ്റ് ഓർ ക്ലോറിൻ ഡോസേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു തരത്തിൽ നമ്മൾ ക്ലോറിൻ ഡോസേജ് കൊടുത്ത് നമ്മുടെ വെള്ളം ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് കഴിഞ്ഞ് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ടൈമോളം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു 30 മിനിറ്റ് കൂടെയുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ ഫർദർ ട്രാൻസ്ഫറിങ്ങിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഡിസിൻഫെക്ഷൻ പവർ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ റെയിനി സീസണിലാണ് കൂടുതൽ ക്ലോറിൻ ഡോസേജ് പ്രൊവൈഡ് ചെയ്യുക വെള്ളത്തിൽ. കാരണം പലതരത്തിലുള്ള പാത്തോജൻസിൻ്റെയും എപ്പിഡമിക്സിനുള്ള ചാൻസൊക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്തായിരിക്കും നമ്മൾ ഡിസിൻഫെക്ഷൻ ആക്ഷൻ ഒന്നും കൂടെ പവർഫുൾ ആക്കുക. അതിനുവേണ്ടി ഡോസേജ് കൂട്ടും. സോ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഡോസേജ് ഏകദേശം ഒരു 30 മിനിറ്റ്സ് റേഞ്ച് വരെ അതിലുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു പബ്ലിക് സപ്ലൈ സിസ്റ്റത്തിലേക്ക് ഒരാൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസിൻഫെക്ഷൻ പ്രോസസ്സിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ലേ ഔട്ടിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലോറിൻ ഡിഫറെൻറ്റ് ഡോസേജസ് എന്തൊക്കെയാണ്, ഓരോ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡോസേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വൈറസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്ലോറിൻ ഡോസേജസ്. സോ ഒരു ടേബിൾ ആക്ഷൻ മെത്തേഡിലൂടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് വൈറസ് ടു ബി കിൽഡ്. സെക്കൻഡ് കോളം ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ ക്ലോറിൻ റിക്വയർഡ് ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ വിത്ത് അബൌട്ട് 30 മിനിറ്റ്സ് കോൺടാക്ട് പീരിയഡ് ഫോർ വാട്ടർ ഓഫ് pH ലോവർ ദാൻ 7 ഓർ സോ. ഏത് വൈറസാണ് എന്നും എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നമ്മളൊരു 30 മിനിറ്റ്സ് കോൺടാക്ട് പീരിയഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേണ്ടത് എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പോളിയോ മൈലൈറ്റിസ് വൈറസ് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസിന് 0.4. ദെൻ സിസ്റ്റ് ഇ ഹിസ്റ്റോലറ്റിക്ക ഓർഗാനിസം ദാറ്റ് കോസിങ് അമോയിബിക് ഡിസെൻട്രി 3 ഓർ ഈവൻ ലോവർ, 3 അതിൽ കുറവോ എന്നുള്ള വാല്യൂവിലാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഡോസേജ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ദെൻ ട്യൂബർക്ലോസിസ് ഓർഗാനിസത്തിന് 3 ആണ്. ദെൻ കോക്സൈക്കി വൈറസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 21 to 138 മില്ലിഗ്രാം, അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡോസേജ് ആണ് അത്തരത്തിലുള്ള വൈറസിന് വേണ്ടി കൊടുക്കുന്നത്. സോ
ഇതാണ് നമ്മുടെ ഒരു ബ്രീഫായിട്ട് എക്സ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്ന വൈറസും അതിന് കൊടുക്കുന്ന ഡോസേജസും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് ക്ലോറിൻ ആഡഡ് എന്താണെന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, അതിനുശേഷം നമ്മൾ ആ ഡിസിൻഫെക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം ആക്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. അതിനുശേഷം അമോണിയ ആയിട്ട് വരുന്ന റിയാക്ഷനും അതിൽ വരുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും, ദെൻ ഡോസസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ടുള്ള റിയാക്ഷനും അതിനുശേഷം ആ ഡോസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് വൈറസും അതിനെ റിലേറ്റ് ചെയ്യുന്ന ഡോസേജ് ഓഫ് ക്ലോറിനും എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോംസ് ഓഫ് ക്ലോറിൻ ആഡഡ്, ഏതൊക്കെ ഫോംസിലാണ് നമ്മൾ ഈ ഒരു ക്ലോറിൻ ആഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, സോ ഫോംസ് ഓഫ് ക്ലോറിൻ ആഡഡ്. ഫസ്റ്റ് വൺ ആസ് ഫ്രീ ക്ലോറിൻ ഓർ ഫ്രീ മോളിക്കുലർ ക്ലോറിൻ, ദാറ്റ് ഈസ് Cl2 എന്ന് പറയുന്ന ഫോർമേഷനും. സെക്കൻഡ് വൺ ആസ് കമ്പൈൻഡ് ക്ലോറിൻ. അങ്ങനെ രണ്ട് മെത്തേഡ്സിലാണ് നമ്മൾ ഈ ഒരു ക്ലോറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഫോംസ് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്തതിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫ്രീ ക്ലോറിൻ. ഫ്രീ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ക്ലോറിൻ ഓർ ക്ലോറിൻ ഗ്യാസ്. ലിക്വിഡ് ക്ലോറിനായിട്ടോ ക്ലോറിൻ ഗ്യാസ് ആയിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്നത്. സെക്കൻഡ്ലി കമ്പൈൻഡ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോക്ലോറൈഡ്സ് ആൻഡ് ബ്ലീച്ചിങ് പൗഡർ, ക്ലോറൈൻ ടാബ്ലറ്റ്സ്, ക്ലോറാമൈഡ്സ് ആൻഡ് ക്ലോറിൻ ഡയോക്സൈഡ്സ്. ഏകദേശം ഒരു 4-5 തരത്തിലാണ് നമ്മൾ കമ്പൈൻഡ് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്ലോറിൻസ് ആഡഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആസ് ഫ്രീ ക്ലോറിൻ ഓ ഫ്രീ മോളിക്കുലർ ക്ലോറിൻ, ദാറ്റ് ഈസ് Cl2. അതെന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ക്ലോറിൻ നമ്മൾ ലിക്വിഡ് ക്ലോറിനായിട്ട് അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസിലായിട്ട് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ക്ലോറിൻ ഫ്രീ ക്ലോറിൻ അല്ലെങ്കിൽ ഫ്രീ മോളിക്കുലർ ക്ലോറിൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലോ ഉള്ള ക്ലോറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്നത്. നമ്മൾ ജനറലി ലിക്വിഡ് ക്ലോറിനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ലിക്വിഡ് ക്ലോറിൻ നമ്മളൊരു സ്മോൾ എമൗണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ തന്നെ നമുക്കൊരു സ്ട്രോങ് സൊല്യൂഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു സൊല്യൂഷൻ നമ്മൾ സൊല്യൂഷൻ ഫീഡ് ക്ലോറിനേറ്ററിൽ യൂസ് ചെയ്ത് നമ്മൾ അതുവഴി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്കാണ് എത്തിക്കുന്നത്. സോ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ക്ലോറിൻ വഴി നമുക്ക് വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സോ ലിക്വിഡ് മോഡിലുള്ള ഫ്രീ ക്ലോറിനാണ് നമ്മൾ ജനറലി ഉപയോഗിക്കാറ്. ദെൻ ക്ലോറിൻ ഗ്യാസിൻ്റെ കേസ് പറയുമ്പോൾ നമ്മളത് ഡയറക്റ്റ് ഫീഡ് ക്ലോറിനേറ്ററിൽ ഒരു പെർട്ടിക്കുലർ പ്രഷറിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ വെള്ളത്തിലേക്ക് ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ ഫീഡ് ക്ലോറിനേറ്റർ വഴി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലിക്വിഡ് ക്ലോറിനാണ് ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്ന കൺസിഡറേഷനിൽ ഒന്നുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ മോർ ആക്സസിബിൾ എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോക്ലോറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈഡ്സ് അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈഡ്സ് ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ഹൈപ്പോക്ലോറൈഡ്സിന് നമ്മൾ HTH ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് എന്നും അല്ലെങ്കിൽ പെർക്ലോറോൺ എന്നും വിളിക്കാറുണ്ട്. ഏകദേശം 60-70% അവൈലബിൾ ക്ലോറിൻ അതിൽ ഉണ്ടായിരിക്കും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് നമ്മുടെ വെള്ളമായി റിയാക്ട് ചെയ്തിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡാണ് ഫോം ചെയ്യുന്നത്. അത് വളരെയധികം ഡിസിൻഫെക്റ്റൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സിന് ഹൈപ്പോക്ലോറിനേഷൻ എന്നും പറയും. ആ റിയാക്ഷനാണോ കാണിച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് HOCl എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലോറിനേറ്റഡ് ലൈം ഓർ കാൽഷ്യം ഓക്സി ക്ലോറൈഡ്, ദാറ്റ് ഈസ് CaOCl2. ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ വെള്ളത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളത്തിന് ഡിസിൻഫെക്റ്റ് ചെയ്യാറുണ്ട്. സോ അത് വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഏകദേശം 30% ആണ് അവൈലബിൾ ക്ലോറിൻ അതിലുണ്ടായിരിക്കുക. ഇത് വൈറ്റ് അമോഫസ് പൊടി ഒരു പൗഡറാണ്. അത് തന്നെ അതിനൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്മെല്ലും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ചൊരു ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ദെൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ടാബ്ലറ്റ് ആണ്. ഹാലാസോൺ ക്ലോറിൻ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ പൊതുവെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് വളരെ സ്മാളർ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ദെൻ ക്ലോറാമൈൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അമോണിയ പ്ലസ് ക്ലോറിൻ അത് ടുഗദർ കമ്പൈൻ ചെയ്തതും അതല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ആക്ട് ചെയ്യുന്നതുമായ ആ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ക്ലോറാമൈൻസ് എന്ന് പറയുന്നത്. അമോണിയം നമ്മൾ അമോണിയേറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ ഏകദേശം വെള്ളത്തിലേക്കൊരു 20 to 1 hour മുമ്പ് ക്ലോറിൻ ആഡ് ചെയ്യുന്നതിന് 1 hour
20 മുതൽ 60 മിനിറ്റ് വരെ 20 മിനിറ്റ്സ് ടു 1 ഹവർ മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അമോണിയ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും. അതേസമയം ക്ലോറിൻ നമ്മൾ ക്ലോറിനേറ്ററിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആഫ്റ്റർ 1 ഹവറാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കമ്പിനേഷൻ വഴി പ്രൊഡക്ട്സ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലോറാമൈൻസ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അത് ഫ്രീ ക്ലോറിനേക്കാളും വളരെ ലെസ് സ്ട്രെങ്ത് ഉള്ളതാണെന്നൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. സോ ക്ലോറാമൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അമോണിയ പ്ലസ് ക്ലോറിൻ പ്രൊഡക്റ്റാണ്. അമോണിയ നമ്മൾ വെള്ളത്തിലേക്ക് അമോണിയേറ്റർ എന്ന് പറയുന്ന ഫെഡിൽ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് ഏകദേശം 20 മിനിറ്റ്സ് ടു 1 ഹവർ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്തതിന് 1 മണിക്കൂറിന് മുൻപായിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ക്ലോറിൻ നമ്മൾ ക്ലോറിനേറ്ററിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. അതും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ റിയാക്ഷൻ എൻഷുർ ചെയ്യാം. അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ക്ലോറാമൈൻസ് ഫോം ചെയ്യും. ഫ്രീ ക്ലോറിനാണ് ക്ലോറാമൈൻസിനെക്കാളും പവർഫുൾ എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ഡയോക്സൈഡ് ഗ്യാസ് ClO2. ഇത് നമ്മുടെ ഫ്രീ ക്ലോറിനെക്കാട്ടും 2.5 ടൈംസ് സ്റ്റേബിളാണ് അല്ലെങ്കിൽ പവർഫുള്ളാണ്. പക്ഷേ ഇത് വളരെയധികം കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ വളരെ അൺസ്റ്റേബിൾ പ്രൊഡക്റ്റാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫോർമേഷന് ചേഞ്ച് വരും. സോ നമുക്ക് ഇത് പ്രൊഡക്റ്റ് ഫോം ചെയ്ത്, അതായത് ക്ലോറിൻ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്ത വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ ടൈം ഇമ്മീഡിയറ്റ്ലി നമ്മളിതിനെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ClO2 ഉപയോഗിച്ചിട്ട് നല്ലൊരു ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് എൻഷുർ ചെയ്യാൻ സാധിക്കൂ. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യാൻ ബാക്കി കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെങ്കിൽ ഏകദേശം 2.5 ടൈംസ് ഫ്രീ ക്ലോറിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടാണ് ഇതിൻ്റെ റിസൾട്ട്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതാണ് ഡിസിൻഫെക്ഷനിലെ ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ, 3rd ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ക്ലോറിനേഷൻസ് എന്താണെന്നുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് ക്ലോറിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലോറിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ക്ലോറിനേഷൻ്റെ ആ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് അത് ഈ ഒരു ക്ലോറിനേഷൻ ഇഫക്റ്റ്, ഡിസിൻഫെക്ഷൻ ഇഫക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.